ഹായ്. ഉച്ചയ്ക്കത്തെ ഇന്ന് തട്ടിക്കൂട്ട് പെട്ടെന്ന് ഒരു ബിരിയാണി പെട്ടെന്ന് ചെയ്തതാണ്. ബിരിയാണി അല്ല, നെയ്ച്ചോറുണ്ടാക്കി. ബസുമതി റൈസ് ഇരുന്നതുകൊണ്ട് ബിരിയാണി അല്ല, നെയ്ച്ചോറ്. ഇത് ചിക്കൻ ഇന്നാൾ വാങ്ങിച്ചതാ, കുറച്ചിരുന്ന്. ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. ഇന്നാൾ ചിക്കൻ തോരൻ വെച്ചതിൻ്റെ ബാക്കി ചിക്കൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു. ചിക്കൻ മാത്രം ഞങ്ങൾ കഴുകിയിട്ട് ചെറിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അങ്ങനെ തന്നെ വെച്ചിരിക്കും. ഫ്രഷായിട്ടിരിക്കും. അത് വെള്ളം നിറച്ച് വെക്കണം ചിക്കൻ്റെ മുകളിൽ വരെ. ആ ഡബ്ബ അടച്ചങ്ങനെ വെച്ചിരുന്ന ഫ്രീസായിരിക്കും. അങ്ങനെ അതെടുത്ത് വെച്ചതാണേ ചിക്കൻ. അതിൽ കുറച്ച് തന്നെ എടുത്ത് വയ്ക്കുള്ളൂ. ഞങ്ങൾ ഒരു കോഴി വാങ്ങിച്ച പിന്നെ 5-6 പാത്രത്തിലാക്കി ഞങ്ങൾ. അപ്പോൾ തീരുമില്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലല്ലേ തീരുള്ളൂ. പിന്നെ അച്ചാറില്ല. അച്ചാർ ഞാൻ പൊതുവെ കൂട്ടത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് അച്ചാറില്ല. പിന്നെ ഇതെനിക്ക് കഴിച്ചുകൂടാ. തൈരും കച്ചമ്പറൊന്നും എനിക്ക് അലർജി ഉണ്ട് കേട്ടോ, അതാണ് ഇച്ചിരി എടുത്തത്. എനിക്ക് കഴിച്ചുകൂടാ, തൊണ്ടയ്ക്ക് വേദന വരും. ശരി, ഒന്ന് കഴിച്ചു നോക്കട്ടെ, കൊള്ളാവാന്ന്. മുട്ട രാവിലെ കഴിക്കാനുള്ളത് ഇപ്പോഴാണ് കഴിക്കുന്നത്. കഴിച്ചു നോക്കട്ടെ. ഇത് എളുപ്പമാണ് കേട്ടോ. ചോറും കറിയും എല്ലാം വെച്ച് ഇന്ന് ലേറ്റ് വൈകിയാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന്. എല്ലാവരും വിചാരിക്കും ബിരിയാണി താമസമാണെന്നും. ഒരു താമസവും ഇല്ല. നെയ്ച്ചോറ് എളുപ്പമുണ്ടൊക്കെ. ബസുമതി റൈസ് ഇരുന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. ഞങ്ങൾ പോസ്റ്റ്മാൻ്റെ അരിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, അതാണ് ഇത്ര നീളം അരിക്ക്. പോസ്റ്റ്മാൻ റൈസ്. ഇനിയില്ല, റൈസ് തീർന്നു. 1 കിലോ മേടിച്ച് വെച്ചിരുന്ന 5 പ്രാവശ്യം എങ്ങാണ്ട് ഉണ്ടാക്കി. ശരി, ഓക്കെ, ബായ്. എല്ലാവരും ലൈക്ക് ചെയ്യണേ. എല്ലാവരും കഴിക്കുക. വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കും ഇതുപോലെ കേട്ടോ. ഇതുപോലെ നെയ്ച്ചോറ് വയ്ക്കണമെങ്കിൽ ഞാൻ നല്ല റെസിപ്പി പറഞ്ഞുതരാം. ഓക്കെ, ബായ്. എല്ലാവരും സ്നേഹത്തോടെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി നാളെ കാണാം. ബൈ.